ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ലീവ് വിത്തൗട്ട് എ റിലീജിയൻ. ഒരു മതമില്ലാതെ നമുക്ക് ഒരു പക്ഷേ ജീവിക്കാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് അൺതിങ്കബിൾ ടു ലീവ് വിത്തൗട്ട് എ സെറ്റ് ഓഫ് മോറൽ വാല്യൂസ് ടു ഗൈഡ് അവർ ബിഹേവിയർ. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന മാനുഷിക മൂല്യങ്ങളില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. There are many people in this world who may not believe in any religion or even in the existence of God. ഒരുപാട് ആളുകൾ, ഈ ലോകത്തുള്ള ഒരുപാട് ആളുകൾ അവർ മതത്തെ വിശ്വസിക്കുന്നില്ല, എന്തിന് ദൈവം പോലും ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. ബട്ട് ദേ ഡു ബിലീവ് ഇൻ മോറൽ വാല്യൂസ്. പക്ഷെ അവർ ധാർമ്മിക മൂല്യങ്ങളിൽ, അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. They may be morally good, even better than many of those who are the followers of a religion. They may be morally good. അവർ വളരെ ധാർമ്മികപരമായിട്ട് നല്ലവരാണ്. or even better than many of those who are the followers of a religion. അവർ മതത്തിൻ്റെ ഫോളോവേഴ്സ് എന്നല്ലെങ്കിലും, അത് മതത്തെ പിന്തുടരുന്നവരെന്നല്ലെങ്കിലും, മതപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്ന ആളുകളല്ലെങ്കിലും അവർ ധാർമ്മികതയെ, മാനുഷിക മൂല്യങ്ങളെ മതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് വി ടോക്ക് ഓഫ് സെക്യുലർ മൊറാലിറ്റി. ഇത്തരം ഒരു സമയത്താണ് നമ്മൾ സെക്യുലർ മൊറാലിറ്റി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് സെക്യുലർ മൊറാലിറ്റി? മതേതരത്വ ധാർമ്മിക ബോധം. ആസ് എൻ അപ്രോച്ച് ടു മൊറാലിറ്റി, അത് ധാർമ്മികതയിലേക്കുള്ള ഒരു സമീപനമാണ്. വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങളും വളരെ സ്വതന്ത്രമായ രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. സോ ദർ ഈസ് നോ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് റിലീജിയൻ. മതവും അതുപോലെ തന്നെ ധാർമ്മികതയും തമ്മിൽ യുക്തിപരമായ രീതിയിലുള്ള ഒരു ബന്ധമില്ല എന്നുകൂടി പറയുന്നുണ്ട്. If we wish to link morality with religion, we may involve ourselves in a situation. എന്താ പറയുന്നത്? If we wish to link morality with religion, മതത്തെ നമ്മൾ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ we may involve ourselves in a situation. ചില സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. which is പോസിറ്റീവ്ലി അൻറ്റഗോണിസ്റ്റിക് ടു ദ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ പെർ സി. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും എന്താണ്? പ്രാഥമികപരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം എന്നുള്ളത് നമ്മൾ പ്രാഥമികപരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തെ നമ്മൾ എന്താ പറയുന്നത്? പ്രാഥമികപരമായ ഒരു വിദ്യാഭ്യാസത്തെയും നമ്മൾ അപ്പോൾ അത് ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊറാലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഓർ ലിങ്ക്ഡ് വിത്ത് റിലീജിയൻ. ധാർമ്മികത എന്ന് ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയുന്നത് മതവുമായിട്ട് തന്നെയാണ്. മസ്റ്റ് എസെൻഷ്യലി ബി അതോറിറ്റേറിയൻ ബിക്കോസ് സച്ച് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടക്ട് ഇമാനേറ്റ് ഐദർ ഫ്രം സ്ക്രിപ്ചർ ഓർ ഇസ് ഡിറ്റക്റ്റഡ് ബൈ സം റിലീജിയസ് ഗുരു. ചില മതപരമായ പണ്ഡിതന്മാരോ അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള തത്വങ്ങൾ വന്നിരിക്കുന്നത്. അതാണ് പറയുന്നത് നമ്മളിത് മതവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ന്. ബട്ട് വി ആക്സെപ്റ്റ് എ പർട്ടിക്കുലർ കോഡ് ഓഫ് കണ്ടക്ട്. പക്ഷേ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട്, ഒരു സ്വഭാവ രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ ഓർ ഡിറൈവ്ഡ് ബൈ സം പർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ഒരു പ്രത്യേക മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ ഇത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബട്ട് ഫോർ ദ റീസൺ അതേഴ്സ് ദാൻ ദീസ് റാഷണൽ തിങ്കിങ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, യുക്തിപരമായ രീതിയിൽ ചിന്തിക്കുക. ദെൻ അവർ മൊറാലിറ്റി ഈസ് നോട്ട് എ റിലീജിയസ് വൺ. നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത് ഒട്ടും മതവുമായി ബന്ധപ്പെടുന്നതല്ല. ഫോർ ഇൻസ്റ്റൻസ് വി മേ ബേസ് അവർ ആക്ഷൻസ് ഓൺ റീസൺസ് അതർ ദാൻ റിലീജിയസ് വൺസ്. ഫോർ ഇൻസ്റ്റൻസ് വി മേ ബേസ് അവർ ആക്ഷൻസ്, നമ്മളെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഓൺ റീസൺസ്, കാരണങ്ങളുമായി ബന്ധപ്പെടുന്ന നമ്മളെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതർ ദാൻ റിലീജിയസ് വൺ, എന്താണ്, മതപരമായ കാര്യങ്ങളുമായിട്ടുള്ളതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ. ആൻഡ് അക്കോർഡിംഗ്ലി കീപ്പ് എ പ്രോമിസ്, നമ്മളൊരു വാഗ്ദാനം പാലിക്കുന്നുണ്ട്. ഡു ഓൺ അവർ ഡ്യൂട്ടി വിത്ത് സിൻസിയറിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. നമ്മുടെ കടമകളെ നമ്മൾ വളരെ ആത്മാർത്ഥമായ രീതിയിലും വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടും ചെയ്യുക. സ്പീക്ക് ദി ട്രൂത്ത്, സത്യം മാത്രം പറയാം. സച്ച് ബിഹേവിയർ ഈസ് നോട്ട് ബേസ്ഡ് അപ്പോൺ റിലീജിയസ് മൊറാലിറ്റി. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരിക്കലും ധാർമ്മിക ബോധവുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് അതോറിറ്റേറിയൻ. ഇതൊരു മതപരമായിട്ടുള്ള ആളുകളും പരിഗണിക്കുന്ന കാര്യങ്ങളുമല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസണബിൾനെസ് ഓർ എമർജസ് ഫ്രം ദി സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇത് സാമൂഹിക പരമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ്.
In certain contexts where telling a lie in the large human interest or behavior can save the life of an innocent individual. നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ ജീവിതം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാനുഷിക മൂല്യങ്ങളായിട്ടുള്ള സത്യം എന്നുള്ള ആശയത്തിന് പകരം ഒരു നുണ പറഞ്ഞാൽ ഒരാളുടെ ജീവിതം നമുക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. വൺ വിൽ അഗ്രി ദാറ്റ് സച്ച് ലീ വിൽ ബി ബെറ്റർ ദാൻ ടെല്ലിങ് ദ ട്രൂത്ത്. സത്യം പറയുന്നതിനേക്കാൾ ഭേദം അവിടെ നുണ പറയുന്നതാണെങ്കിൽ നമുക്ക് നുണ പറയാം. അതായത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ക്യാൻസറായിട്ട് കിടക്കുകയാണ്, അയാൾക്ക് ക്യാൻസറാണെന്ന് നമുക്കറിയാം, പക്ഷേ അയാൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ അയാളോട് പോയിട്ട് നിങ്ങൾക്ക് ക്യാൻസർ ആണല്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖമാണെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സത്യത്തെ അവിടെ മറച്ചു വയ്ക്കും. അതെന്തിനാണ്? അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സത്യങ്ങളെ നമ്മൾ മറച്ചു പിടിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. Such a principle can apply very well to other human virtues like non-deceiving, loyalty, non-violence, etc. പിന്നെന്താണ് ചില പ്രിൻസിപ്പിൾസ്, അതായത് മനുഷ്യരുടെ നന്മകളായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് വേണ്ടിയിട്ട് നമ്മൾ നോൺ ഡിസീവിങ്, നമ്മൾ ആരെയും ചതിക്കാതിരിക്കുക, ലോയൽറ്റി വിശ്വസ്തത കാണിക്കുക, നോൺ വയലൻസ് അക്രമം കാണിക്കാതിരിക്കുക, ഇതൊക്കെ നല്ല ഗുണങ്ങളാണ്. ഇത്തരം തത്വങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഡോൺ യു റിമെമ്പർ ദാറ്റ് ശ്രീരാമ ഹൂം മെനി കൺസിഡർ ആസ് എൻ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് കിൽഡ് ബാലി. ശ്രീരാമൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ദൈവമാണ്, പക്ഷെ മനുഷ്യരൂപത്തിലാണ് രാമൻ്റെ ജന്മം എടുത്തിരിക്കുന്നത്, മനുഷ്യനായിട്ട് തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ബാലിയെ കൊന്നു. ദിസ് മീൻസ് ദാറ്റ് അണ്ടർ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ഈവൻ ദാറ്റ് സോ കോൾഡ് യൂണിവേഴ്സൽ വാല്യൂസ് ക്യാൻ ബി സാക്രിഫൈസ്ഡ് ഇഫ് ബൈ ഡൂയിങ് സോ ഇറ്റ് സെർവ്ഡ് എ ബിഗർ ഹ്യൂമൻ കോസ്. മനുഷ്യന് തന്നെ വലിയൊരു വിപത്താവുന്നുണ്ട് ഈ പ്രശ്നങ്ങളെങ്കിൽ, മനുഷ്യന് വിപത്താവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ മാനുഷിക മൂല്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ശ്രീരാമൻ പോലും ബാലിയെ കൊന്നു എന്ന് പറയുന്നത്. അതാണ് കൊല്ലുക എന്ന് പറയുന്ന ഒട്ടും നല്ലൊരു പ്രവൃത്തിയല്ല. പക്ഷെ എന്താണ്, മറ്റ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മറ്റൊരു ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അത് ഒരു മോശം കാര്യമല്ല എന്നാണ് പറയുന്നത്. Linking morality with religion is unacceptable because it denies the individual right to choose the principle of morality according to the context of one's own conscience. എന്താ പറയുന്നത്? ലിങ്കിങ് മൊറാലിറ്റി വിത്ത് റിലീജിയൻ ഈസ് അൺഅക്സെപ്റ്റബിൾ. മതത്തെ ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഡിനൈസ് ദ ഇൻഡിവിജ്വൽ ദ റൈറ്റ് ടു ചോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ഓരോ വ്യക്തിക്കും ധാർമ്മികതയുടെ തത്വങ്ങളെ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് ഓഫ് വൺസ് ഓൺ കോൺസൈൻസ്. തൻ്റെ മനസാക്ഷിക്ക് ഇഷ്ടമാകുന്ന സന്ദർഭത്തിനനുസരിച്ച് അല്ലെങ്കിൽ തൻ്റെ മനസാക്ഷിയുടെ സന്ദർഭത്തിനനുസരിച്ച് ഓരോരുത്തർക്കും മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാം, വേണ്ടാന്ന് വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സച്ച് എ പ്രപ്പോർഷൻ ഈസ് അൺഅക്സെപ്റ്റബിൾ ബിക്കോസ് ഇറ്റ് ഈസ് പുട്ട് എ ഡെഡ് എൻഡ് ടു എനി എവല്യൂഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് മോറൽ നോളേജ്. സച്ച് എ പ്രപ്പോർഷൻ ഈസ് അൺഅക്സെപ്റ്റബിൾ. പക്ഷെ നമുക്ക് അത്തരം ഒരു രീതി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് പുട്ട് എ ഡെഡ് എൻഡ് ടു എനി ഇവല്യൂഷൻ ഓർ ഗ്രോത്ത് ഓഫ് മോറൽ നോളേജ്. അത് ധാർമ്മികപരമായ അറിവിന് ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാക്കാത്തത് കൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് അവർ മോറൽ അണ്ടർസ്റ്റാൻഡിങ് മസ്റ്റ് ബി സച്ച് ആസ് enable us to adjust to meet new moral problems. The fact remains that ഇവിടെ നിലനിൽക്കുന്നൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ our moral understanding must be such as to enable us to adjust to meet new moral problems. നമ്മുടെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ചില പുതിയ ധാർമ്മിക പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. ആൻഡ് ചലഞ്ചസ് ആൻഡ് ടു മോഡിഫൈ അവർ പ്രിൻസിപ്പിൾസ് ടു ഡീൽ വിത്ത് ദം. അതുപോലെ തന്നെ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ടു മോഡിഫൈ അവർ പ്രിൻസിപ്പിൾസ് ടു ഡീൽ വിത്ത് ദം. നമ്മുടെ ഈ മൂല്യങ്ങളെ നമ്മൾ ഇതുമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ മൂല്യങ്ങളെ മോഡിഫൈ ചെയ്തെടുക്കുകയും ഇതുമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ബട്ട് ഇഫ് വി തിങ്ക് മൊറാലിറ്റി വിത്ത് റിലീജിയസ് അതോറിറ്റി, നമ്മൾ ധാർമ്മികതയെ മതപരമായിട്ടുള്ള അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ചേഞ്ചിങ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മിക തത്വങ്ങളെ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. വിൽ ബി ഇൻകൺസീവബിൾ. നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ് നമ്മളത് ചേഞ്ച് ചെയ്യുന്നത്. ടു ദ ക്വസ്റ്റ്യൻ ഓഫ് എസ് ബി കോൺട്രാസെപ്റ്റീവ് ആസ് എ മീൻ ഓഫ് ബർത്ത് കൺട്രോൾ. നമ്മൾ പലപ്പോഴും ജനന നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാസെപ്റ്റീവ് പിൽസൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഗർഭധാരണം തടയാൻ വേണ്ടിയിട്ടുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ട്. റിലീജിയൻ ഈസ് ആംബിവലൻ എന്ന മതം ഇത് വേണ്ട എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എ മോറൽ പ്രോബ്ലം. ഇത് ഒരു ധാർമ്മികപരമായ പ്രശ്നമാണ്. ദ സൊല്യൂഷൻ ഓഫ് വിച്ച് ഡിപ്പെൻഡ് ഓൺ മാൻസ് തിങ്കിങ്. പക്ഷേ മനുഷ്യൻ്റെ ചിന്തയെ ആശ്രയിച്ചിട്ട് അതൊരു പരിഹാരമായിട്ടാണ് അവിടെ കാണുന്നത്.
അതർവൈസ് ദ പ്രോബ്ലം ഓഫ് അവർ പോപ്പുലേഷൻ വിൽ ബി എ ഡേഞ്ചർ ടു അവർ സർവൈവൽ. കാരണം നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു കാര്യം ചെയ്യുന്നത്. ഹെൻസ് വി ഹാവ് ടു ലീവ് സച്ച് ക്വസ്റ്റ്യൻ ദി റേഷണൽ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ്. ഹെൻസ് വി ഹാവ് ടു ലീവ് സച്ച് ക്വസ്റ്റ്യൻ. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ യുക്തിപരമായിട്ടുള്ള മനുഷ്യൻ്റെ ജഡ്ജ്മെൻറ്റിന് വിടുകയാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് റിലീജിയൻ ക്യാൻ പ്രൊവൈഡ് നോ ഫേം ബേസിസ് ഫോർ മോറൽ ഡിസിഷൻ ആൻഡ് ആക്ഷൻ. മതം നമുക്കൊരിക്കലും ഒരു 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 ഫേം ശക്തമായിട്ടുള്ള ഒരു ബലം തരുന്നില്ല. ബേസിസ് ഫോർ മോറൽ ഡിസിഷൻ ആൻഡ് ആക്ഷൻ. നമ്മൾ പലപ്പോഴും ധാർമ്മികപരമായ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് കൈക്കൊള്ളുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ആർഗ്യുമെൻറ്റ് വിൽ എബോവ്, ഡൗണി ആൻഡ് കെല്ലി കൺക്ലൂഡഡ് ദാറ്റ്. നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൗണിയും കെല്ലിയും കൂടി കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ 1982 ഇങ്ങനൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. എ പ്രോപ്പർ മൊറാലിറ്റി ഹാസ് ടു ബി സീൻ ആസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് റിലീജിയൻ. ഒരു ശരിയായ രീതിയിലുള്ളൊരു ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് മതത്തിനെ സ്വതന്ത്രമാക്കി നിർത്തുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇഫ് ദർ ഈസ് എ കണക്ഷൻ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മൊറാലിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ റിലീജിയസ് ബിലീഫ്. ഇഫ് ദർ ഈസ് എ കണക്ഷൻ, ഇവിടെ ഒരു ബന്ധമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദ മൊറാലിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ റിലീജിയസ് ബിലീഫ്. മൊറാലിറ്റി എന്ന് പറയുന്നത് ധാർമ്മികപരമായ വിശ്വാസങ്ങൾക്ക് ആശ്രയിച്ചിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മച്ച് മോർ ലൈക്ലി ദാറ്റ് മാൻസ് റിലീജിയസ് ബിലീഫ് മനുഷ്യൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ആർ എ റിസൾട്ട് ഓഫ് മോറൽ കോൺഷ്യസ്നെസ്. അത് സദാചാരപരമായിട്ടുള്ള മാനസിക അവബോധത്തിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണെന്നാണ് പറയുന്നത്. സോ വി ഷുഡ് എക്സാമിൻ എനി ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി. നമ്മൾ ചോദ്യം ചെയ്യാണ് ധാർമ്മികതയുടെ ഏതെങ്കിലും ഒരു ചോദ്യത്തെ നമ്മൾ വിശദമായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ ഡിപ്പെൻഡൻ്റ് ഓഫ് റിലീജിയൻ, അത് മതത്തെ ആശ്രയിക്കുന്നുണ്ട്. ഓൺ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് മേക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ, അത് നമ്മൾ മൊത്തത്തിൽ സ്വീകരിച്ചൊരു കാര്യമാണ് എന്ന് കൂടിയാണ് പറയുന്നത്. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.